KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര നാളെ മുതൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. അതേസമയം ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് CPIM തീരുമാനം. ചരിത്രപരമായ വിഡ്ഢിത്തം എന്നാണ് CPIMന്റെ ബഹിഷ്കരണ തീരുമാനത്തിൽ ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. നാളെ മുതൽ പ്രിയദർശിനി സൗജന്യ KSRTC ഓർഡിനറി ബസ്സുകൾ നിരത്തിൽ ഓടിത്തുടങ്ങും. തിരുവനന്തപുരം സെൻട്രൽ KSRTC ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടന ബസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി ബസ്സിൽ യാത്ര ചെയ്യും. ഓർഡിനറി ബസ്സുകളെ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ UDF സർക്കാർ പറഞ്ഞതല്ല നടപ്പിലാക്കിയതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM MLA മാർ പരിപാടി ബഹിഷ്കരിക്കുമെന്നും പ്രതികരണം. നിങ്ങൾ പറയുന്നതൊന്നുമല്ല നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യം വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഉദ്ഘാടനത്തിൽ CPIM MLA മാർ സഹകരിക്കുമെന്നാണ്. ഞങ്ങളോ സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിന്റെ ഭാഗമായിട്ട് വാഗ്ദാന ലംഘനമുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കുറ്റപ്പെടുത്തി. ഇതൊക്കെ നൽകിയ വാഗ്ദാനം അതേപോലെ പാലിക്കാനാകുമോ എന്നുള്ളതാണ് കേരളം നോക്കുന്ന പ്രശ്നം. ഇപ്പോ UDF സർക്കാർ പറഞ്ഞു സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കും KSRTC ബസ്സിൽ. അത് KSRTC ബസ്സിൽ എന്നാണ് പറഞ്ഞത്. KSRTCയുടെ ഇന്ന ബസ് എന്ന് അന്ന് പറഞ്ഞിട്ടില്ല. പരിപാടിയിൽ നിന്നും വിട്ടുനിന്നാൽ LDFന് ബസ് മിസ്സാകുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും അഭ്യർത്ഥിച്ചു. ബഹിഷ്കരിക്കരുത് എന്ന് ഞാൻ ഔപചാരികമായി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഇത് തൊഴിലാളി സ്ത്രീകൾക്ക് ലഭിക്കുന്ന, സാധാരണക്കാരായ വർക്കിംഗ് വിമൻ ലഭിക്കുന്ന വലിയൊരു ആനുകൂല്യം ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ ഒരു തൊഴിലാളി വർഗ പാർട്ടി അതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ CPIMനോട് അഭ്യർത്ഥിക്കുന്നു. നിലവിൽ പതിച്ചിരിക്കുന്ന പ്രിയദർശിനി സ്റ്റിക്കറുകൾക്ക് പകരം പുതിയ ലോഗോയും KSRTC തയ്യാറാക്കുന്നുണ്ട്. അതേസമയം KSRTCക്ക് നൽകാനുള്ള പണം ബാങ്ക് വഴി ഓവർ ഡ്രാഫ്റ്റായി നൽകാനാണ് സർക്കാർ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.